ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഗ്ലാഡ്വിൻ അച്ഛൻ. ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നതും കൂട്ടിക്കൊണ്ടുപോകുന്നതും ഇറ്റലിയിലെ പിയമോന്തെ റീജിയണിലെ അതിമനോഹരവും പുരാതനവുമായ ഒരു ആബിയിലേക്കാണ്, അഥവാ ഒരു ആശ്രമത്തിലേക്കാണ്. ഇത് അറിയപ്പെടുന്നത് ലാ സാക്ര ദി സാൻ മിക്കേലെ ദി പിയമോന്തെ എന്നാണ്. ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ മാത്രം അകലെയായി പിർക്കിറിയാനോ മലയുടെ മുകളിലായിട്ടാണ് ഈ മനോഹര സൗധം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആധ്യാത്മികതയുടെയും ചരിത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും നിഗൂഢതകളുടെയും മനോഹരമായ പ്രകൃതി ഭംഗിയുടെയും സംഗമവേദിയിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും ഇവിടേക്ക് എത്തുന്ന ഓരോ സന്ദർശകർക്കും അനുഭവവേദ്യമാവുന്നത്. ശാന്തസുന്ദരമായ മലമുകളിലേക്ക് വളഞ്ഞു തിരിഞ്ഞു പോകുന്ന വഴികൾ താണ്ടി പാർക്കിംഗ് ഏരിയയിൽ എത്തിയാൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്നും 800 മീറ്റർ കാൽനടയായി ശാന്തവും മനോഹരവുമായ പാതയിലൂടെ ചെറിയൊരു കയറ്റം കയറി നമ്മൾ എത്തിച്ചേരുന്നത് സന്യാസിമാരുടെ ശവകുടീരം എന്നറിയപ്പെടുന്ന പുരാതന സെമിത്തേരി ചാപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തേക്കാണ്. ജെറൂസലേമിലെ ഹോളി സെപ്റ്റോൾക്കറിന്റെ മാതൃകയിൽ അഷ്ടഭുജാകൃതിയിലുള്ള നിർമ്മിതിയാണിത്. 10ാം നൂറ്റാണ്ടിലെ ഈ നിർമ്മിതി 1661 ജീർണാവസ്ഥയിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും വലത്തേക്ക് നോക്കിയാൽ മഞ്ഞണിഞ്ഞ ആൽപ്സ് പർവ്വതനിരകളുടെ ഭംഗിയും ആസ്വദിക്കാം. അവിടെ നിന്നും കരിങ്കൽ പാകിയ നിരത്തിലൂടെയുള്ള ഒരു ചെറിയ കയറ്റം കയറി ചെന്നാൽ ലാ സാക്രയിലേക്കുള്ള പ്രധാന കവാടത്തിൽ എത്തിച്ചേരും. ആ കൂറ്റൻ കവാടവാതിൽ കടന്ന ഏതാനും പടിക്കെട്ടുകൾ കയറി ചെല്ലുമ്പോൾ ആശ്രമത്തിൽ നിന്നും മാറ്റി സ്ഥാപിച്ചിട്ടുള്ള ഫോറസ്റ്റെരിയ അഥവാ തീർത്ഥാടകർക്കും അതിഥികൾക്കും മറ്റുമായി പണി കഴിപ്പിച്ചിട്ടുള്ള വലിയൊരു കെട്ടിടത്തിലേക്കാണ് എത്തുന്നത്. ഇതിന്റെ മുന്നിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ലാ സാക്രയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള ടിക്കറ്റ് എടുക്കുവാൻ സാധിക്കും. ആ ടിക്കറ്റ് സ്കാൻ ചെയ്താൽ പ്രത്യേക കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഏതാനും പടിക്കെട്ടുകൾ കയറിയാൽ സാമാന്യം വലിപ്പമുള്ള ഒരു ടെറസിൽ എത്തിച്ചേരും. അവിടെ നിന്നും പുറത്തേക്ക് നോക്കിയാൽ ടൂറിൻ നഗരത്തിന്റെ ഭാഗത്തിലേക്കുള്ള കാഴ്ചകൾ കാണാം. അവിടെ നിന്നും വീണ്ടും ഒരു വലിയ വാതിൽ കടന്നാൽ നാം എത്തുന്നത് സ്കാല ദൈ മോർത്തി, അതായത് മരിച്ചവരുടെ ഗോണിപ്പടി എന്നറിയപ്പെടുന്ന കുത്തനെയുള്ള ഏതാനും കോണിപ്പടികൾ ഉള്ള ഒരു ചെറിയ മുറിയിലേക്കാണ്. സ്കാല ദൈ മോർത്തി എന്ന് വിളിക്കപ്പെടുന്നത് ഇതിന്റെ മധ്യഭാഗത്തായുള്ള ഗുഹ പോലുള്ള ഭാഗത്ത് 1936 വരെ ഇവിടെ താമസിച്ചിരുന്ന ഏതാനും സന്യാസിമാരുടെ ശവകുടീരങ്ങൾ സൂക്ഷിച്ചിരുന്നു. മുകളിലെത്തിയാൽ അവിടെയുള്ള വാതിൽ കടന്നാൽ ആശ്രമത്തിന്റെ മുകളിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്നും വലിയ കരിങ്കൽ ആർച്ചിനടിയിലൂടെ ഏതാനും സ്റ്റെപ്പുകൾ കൂടി കയറി ചെന്നാൽ ഒരു ടെറസിലെത്തും. അവിടെ നിന്നും പുറത്തേക്കുള്ള മനോഹരമായ ദൂരക്കാഴ്ചയും കണ്ട് 243 പടിക്കെട്ടുകൾ കയറി വന്ന ക്ഷീണവും അകറ്റിയതിനു ശേഷം പൊർത്താലെ ദെല്ല സോദിയാക്കോ എന്നറിയപ്പെടുന്ന മനോഹരമായ വാതിലിലൂടെ അതിമനോഹരമായ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഗേൽ മാലാഖയുടെ
നാമത്തിലുള്ള ആ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ സ്വർഗീയ സംഗീതം പോലെ നേർത്ത സ്വരത്തിൽ ഗ്രിഗോറിയൻ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ ലത്തീൻ ഭാഷയിലുള്ള ഗാനങ്ങളും കേൾക്കാം. ഇതോടൊപ്പം ഈ ദേവാലയത്തിന്റെ നിർമ്മാണചാരുതയും നിറച്ചാർത്തും കൂടി ചേരുമ്പോൾ തീർത്തും പ്രാർത്ഥനാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. റോമൻ, ഗോത്തിക് എന്നീ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ദേവാലയം വിശാലവും മനോഹരവുമായ ഒരു നിർമ്മിതി തന്നെയാണ്. ദേവാലയത്തെ 3 ഭാഗങ്ങളായി തിരിച്ചാൽ മധ്യഭാഗത്ത് പ്രധാന അൾത്താരയും ജനങ്ങൾക്കിരിക്കുവാനായിട്ടുള്ള സ്ഥലവും സജ്ജമാക്കിയിരിക്കുന്നു. ഇരുവശങ്ങളിലായി 2 സൈഡ് അൾത്താരകളും കാണാം. ഇടതുവശത്തുള്ള അൾത്താരയിലാണ് തിരുവോസ്തി വെച്ചിരിക്കുന്ന മനോഹരമായ പേടകം സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ പള്ളിയുടെ വലത് ഭാഗത്തും പിറകു ഭാഗത്തുമായിട്ട് കുറെ ശവകുടീരങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇത് കാസ സവോയ രാജകുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങളാണ്. ഇത് വലിയ പാറക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ പിറകിലെ ഭിത്തിയിൽ അക്കാലത്തെ അതിമനോഹരങ്ങളായ ചില പെയിന്റിങ്ങുകൾ കൂടി കാണുവാൻ സാധിക്കും. പള്ളിക്കുള്ളിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് പള്ളിയുടെ ഇടത് ഭാഗത്തുള്ള ചെറിയ വാതിലിലൂടെ പുറത്തേക്ക് കടന്നാൽ ആശ്രമത്തിന്റെ വിശാലമായ ടെറസിലാണ് എത്തുക. അവിടെ നിന്നും പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാം. കുളിരണിഞ്ഞ ചെറിയ കാറ്റും കൊണ്ട് വിദൂരത്ത് കാണുന്ന മഞ്ഞുമലയുടെ ഭംഗി ആസ്വദിക്കുക ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. മലയുടെ കീഴെയായി പ്രകൃതി രമണീയമായ വാൽദിസൂസ താഴ്വരയും കാണാം. നീണ്ടുകിടക്കുന്ന പച്ചയണിഞ്ഞ കാടുകളും കൃഷിയിടങ്ങളും അത് കഴിഞ്ഞ് ജനസാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള വീടുകളുടെ നീണ്ട നിരയാൽ അലങ്കൃതമായ ഈ താഴ്വരയുടെ ആകാശക്കാഴ്ച അതിസുന്ദരമാണ്. ടെറസിന്റെ അറ്റത്തേക്ക് ചെന്ന് തൊട്ടു താഴേക്ക് നോക്കുമ്പോൾ ആശ്രമത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. 12 മുതൽ 14 നൂറ്റാണ്ട് വരെയുള്ള കാലയളവിനിടയിൽ ആശ്രമത്തിന്റെ വിസ്തൃതി കൂട്ടുന്നതിന്റെ ഭാഗമായി പുതുതായി പണി കഴിപ്പിച്ച 5 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടമാണിത്. ഈ ഭാഗത്താണ് ആശ്രമത്തിന്റെ തന്നെ ഭാഗമായ തോറെ ദെല്ല ബെല്ല ആൾദ സ്ഥിതി ചെയ്യുന്നത്. ഭൂമികുലുക്കവും യുദ്ധങ്ങളും കുറെ കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തുടർന്നതും ഈ ഭാഗത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പാറകൾ മാത്രമുള്ള ഈ മലമുകളിൽ ഈ ആശ്രമം നിർമ്മിച്ചത് ആരാണെന്നറിയുവാൻ ഒരു ആകാംക്ഷ തോന്നുന്നില്ലേ? ഇറ്റലിയിലെ റവേന്നയിലെ ആർച്ച് ബിഷപ്പായിരുന്ന സാൻ ജോവാനി വിൻസെൻസോ, അതായത് സെന്റ് ജോൺ വിൻസെന്റ്, തൻ്റെ ഔദ്യോഗിക പദവികൾ എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അതിൻ പ്രകാരം 983 987 ഇടയിൽ മുഖ്യദൂതനായ വിശുദ്ധ മിഗേൽ മാലാഗയുടെ കടുത്ത ഭക്തനായ അദ്ദേഹം മിഗേൽ മാലാഗയുടെ നാമത്തിൽ മാലാഗയുടെ സന്ദേശപ്രകാരം പിരിക്രീനോ മലമുകളിൽ ഒരു ആശ്രമം സ്ഥാപിച്ച സന്യാസ ജീവിതം ആരംഭിച്ചു.
അക്കാലത്ത് സന്യാസ ജീവിതത്തിൽ ആകൃഷ്ടരായി ആശ്രമത്തിലേക്ക് പലരും കടന്നു വന്നു എങ്കിലും അൽവേർണിയയിലെ ഊഗോദി മോൺബോയ്സിയറിന്റെ ആശ്രമത്തിലേക്കുള്ള കടന്നുവരവ് ആശ്രമത്തിന്റെ വിപുലീകരണത്തിന് കളമൊരുക്കി. അദ്ദേഹം നിയോഗിച്ച മിടുക്കരായ 5 ബെനഡിക്റ്റിൻ സന്യാസിമാരുടെ നേതൃത്വത്തിൽ വിലമതിക്കാനാകാത്ത ഈ ആശ്രമത്തിന്റെ വിപുലീകരണ പ്രവർത്തനം സാധ്യമായി. തുടക്കം മുതൽ 1629 വരെ 6 നൂറ്റാണ്ടുകൾക്ക് മേലെ ബെനഡിക്റ്റൻ സന്യാസിമാരുടെ പ്രവർത്തനത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ ആശ്രമം പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ തുടക്കം മുതൽ 1379 വരെയുള്ള കാലഘട്ടം ആശ്രമത്തിന്റെ പ്രതാപ കാലഘട്ടമായി അറിയപ്പെടുന്നു. 1629 ശേഷം ഏതാണ്ട് 2 നൂറ്റാണ്ടുകളോളം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ ആശ്രമം. എന്നാൽ രാജാവായ കാർലോ അൽബെർട്ടോ ഡി സവോയയുടെ ആഗ്രഹപ്രകാരം ഈ ആശ്രമത്തിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാൻ ഒരു സന്യാസ സഭയെ ഏൽപ്പിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ ഫലമായി ഗ്രിഗോറിയോ 16 പാപ്പ ഈ ആശ്രമത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി അന്തോണിയോ റോസ്മീനിയെയും അദ്ദേഹത്തിന്റെ സന്യാസ സഭാംഗങ്ങളെയും ചുമതലപ്പെടുത്തി. അന്നു മുതൽ ഇന്നുവരെ അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. 1994 മുതൽ ലാ സാക്ര ദി സാൻ മിക്കേലെ ഇറ്റലിയിലെ പിയമോന്തെ റീജിയന്റെ മോണുമെന്റൽ സിംബലായി അറിയപ്പെടുന്നു. നിർഭാഗ്യവശാൽ ആശ്രമത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സന്ദർശകർക്ക് പ്രവേശനമില്ല. ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം പ്രത്യേക പാസ് മുഖേന ആശ്രമത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ കൂടെ സന്ദർശകർക്കായി തുറന്നു കൊടുക്കാറുണ്ട്. ടെറസിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കണ്ടതിനു ശേഷം വീണ്ടും ദേവാലയത്തിൽ കയറി മറ്റൊരു ഇടുങ്ങിയ ഗോവണിയിലൂടെ ഇറങ്ങിയാൽ സോവനീർ വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റാളിലെത്തും. അവിടെ നിന്നും വീണ്ടും ഗോവണി ഇറങ്ങിയാൽ നമ്മൾ മേലെ ടെറസിൽ നിന്ന് കണ്ട ആശ്രമത്തിന്റെ പുതിയ ഭാഗം തകർന്ന അവശിഷ്ടങ്ങൾക്കടുത്തെത്തും. അവിടെ എത്തുമ്പോഴാണ് ആ കെട്ടിടത്തിന്റെ ഭിത്തിയുടെ വലുപ്പം മനസ്സിലാകുന്നത്. ചില ഭാഗങ്ങൾ 3-4 മീറ്റർ വീതിയിലാണ് ഭിത്തികൾ പണിതിരിക്കുന്നത്. ഇവിടെ ഉയർന്നു കാണുന്നത് തോറെ ദെല്ല ബെല്ല ആൽദ ആണ്, അതായത് സുന്ദരി ആൽദയുടെ ടവർ അഥവാ ഗോപുരം. ഇതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. യുദ്ധസമയത്ത് സുന്ദരിയായ ആൽദയെ പിന്തുടർന്ന് എത്തിയ സൈനികരുടെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ അവൾ ഗോപുരത്തിലേക്ക് ഓടിക്കയറുകയും എന്നാൽ ഒരു വേള അവർ തന്നെ പിടിക്കും എന്നായപ്പോൾ അതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന് കരുതി ആ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും കിഴുക്കാന്തൂക്കായ മലയിടുക്കിലേക്ക് ചാടുകയും പ്രാണഭയത്താൽ മാതാവിനോട് അപേക്ഷിക്കുകയും മിഗേൽ മാലാക അവൾക്ക് യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ തൻ്റെ ഈ ഏറ്റുപറച്ചിൽ വിശ്വസിക്കാതിരുന്ന തൻ്റെ നാട്ടുകാരെയും കൂട്ടുകാരെയും വിശ്വസിപ്പിക്കുന്നതിനായി ഒരു തവണ കൂടി അവൾ ആ ഗോപുരത്തിൽ നിന്നും ചാടുകയും എന്നാൽ നിർഭാഗ്യവശാൽ അവൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇവിടമെല്ലാം കണ്ടു കഴിഞ്ഞ് പാറക്കല്ലുകൾ നിരത്തിയ റാമ്പിലൂടെ വീണ്ടും താഴേക്കിറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് കുത്തനെ കെട്ടിപ്പൊക്കിയ ആശ്രമത്തിന്റെ കൂറ്റൻ ചുമരും മറുഭാഗത്ത്
മനോഹരമായ താഴ്വാരവും കാണാം. ഇടുങ്ങിയ വഴിയിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ഒരു പടിക്കെട്ട് കയറി ചെന്നാൽ ചെറിയൊരു തോട്ടത്തിലെത്തും. അതിനുള്ളിൽ 1836 മുതൽ 2016 വരെ റോസ്മീനിയൻ ഫാദേഴ്സിന്റെ 180 വർഷത്തെ ആശ്രമത്തിലുള്ള സേവനത്തിന്റെ സ്മരണയ്ക്കായും നൂറ്റാണ്ടുകളായി മഠത്തിന്റെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനുമായി സഹായിക്കുകയും സംഭാവനകൾ ചെയ്യുകയും ചെയ്ത ഏവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിന്റെ സൂചകമായും ആശ്രമവുമായി അഭേദ്യമായി ബന്ധമുള്ള നിരവധി ആളുകളുടെ മുഖങ്ങൾ ചിത്രീകരിച്ച ഒരു മണി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നും വീണ്ടും ആ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് ചെന്നാൽ നമ്മൾ ആശ്രമത്തിന്റെ പ്രധാന കവാടത്തിലേക്കുള്ള പടവുകളിലെത്തും. ആ പടവുകൾ ഇറങ്ങി പുറത്തെത്തിയാൽ ഒത്തിരി അറിവുകളും അനുഭവങ്ങളുടെയും നിറവോടെ തിരിച്ചു പോരുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. എന്നോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച നിങ്ങൾക്കേവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.